വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വസ്ത്രവ്യാപാര രംഗത്ത് 65 വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു. വരൂ കലയുടെ വസ്ത്രലോകത്തിലേക്ക്. കലാ ടെക്സ്റ്റൈൽസ് ഓട്ടുപാറ വടക്കാഞ്ചേരി. കോൺടാക്ട് 04884232 സപ്ലൈകോ വഴി വിതരണം ചെയ്യുന്ന സബ്സിഡി സാധനങ്ങൾക്ക് വില വർദ്ധിപ്പിച്ച നടപടി വീട്ടമ്മമാരോടുള്ള സർക്കാരിന്റെ വെല്ലുവിളിയാണെന്ന് മഹിളാ കോൺഗ്രസ് തൃശൂർ ജില്ലാ പ്രസിഡന്റ് ടി നിർമ്മല പറഞ്ഞു. മഹിളാ കോൺഗ്രസ് വടക്കാഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റി ഓട്ടുപാറ മാവേലി സ്റ്റോറിന് മുന്നിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ടി നിർമ്മല. സമ്പന്നർക്കും കുത്തക മുതലാളിമാർക്കും വേണ്ടി ഏത് വഴിവിട്ട ഇടപാടുകളും ചെയ്യുന്ന ഭരണകൂടം സാധാരണക്കാർക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ബോധപൂർവം സൃഷ്ടിക്കുന്നത് എന്നും ഇതിനെതിരെ ശക്തമായ ജനകീയ പോരാട്ടം സൃഷ്ടിക്കുമെന്നും മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ടി നിർമ്മല കൂട്ടിച്ചേർത്തു. നമുക്കറിയാം, ഇന്ന് ഏറ്റവും സാധാരണക്കാരായ ആളുകളാണ് മാവേലി സ്റ്റോറിനെ സമീപിക്കുന്നത്. അതല്ലാതെ നിറയെ പൈസയുള്ള ആളുകളോ അങ്ങനെ സാമ്പത്തികമായി ഉയർന്ന രീതിയിൽ താമസിക്കുന്ന ആളുകളോ അല്ല. ഈ സാധാരണക്കാരെ ഇന്ന് തൊഴിലുറപ്പിന് പോയി കിട്ടുന്ന തുച്ഛമായ പൈസ കൊണ്ടാണ് ഈ മാവേലി സ്റ്റോറിലെത്തുന്നത്. അതിനവർക്ക് വേണ്ട സാധനങ്ങൾ യാതൊന്നും മാവേലി സ്റ്റോറിലില്ല. പരിപ്പ് മുതൽ യാതൊരു സാധനങ്ങളും ഇല്ല. പിന്നെ അരിക്കാണെങ്കിൽ ഇപ്പോൾ ഇന്ന് അരിക്ക് വില കൂട്ടിയിരിക്കുന്നു. പഞ്ചസാര, പരിപ്പ് ഇതിനൊക്കെ ഇന്ന് 3 രൂപ, 4 രൂപ, 6 രൂപ വെച്ച് എല്ലാറ്റിനും വില കൂട്ടിയിരിക്കുന്നു. അപ്പോൾ ഇവർ സാധാരണക്കാരെ രക്ഷപ്പെടുത്താനാണോ കഷ്ടത്തിലാക്കാനാണോ ഈ സർക്കാർ മുൻകരുതലെടുക്കുന്നത് എന്ന് നമ്മളെല്ലാവരും ചിന്തിക്കണം. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഓരോ ക്രൂരകൃത്യങ്ങളെക്കുറിച്ചും നമുക്ക് എല്ലാവർക്കും അറിയാം. അവർക്കതിനൊന്നും സമയമില്ല. സ്ത്രീകളെ 3 വയസ്സ് മുതൽ 80 വയസ്സ് വരെയുള്ള കുട്ടികൾക്കും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇന്ന് സ്ത്രീകൾ നേരിടേണ്ടി വരും. ബ്ലോക്ക് പ്രസിഡന്റ് ബുഷറ റഷീദ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PG ജയദീപ് മുഖ്യപ്രഭാഷണം നടത്തി. PN വൈശാഖ്, ബിജു ഇസ്മായിൽ, സന്ധ്യ കൊടക്കാടത്ത്, സൈറ ബാനു, ജിജി സാംസൺ, പുഷ്പലത അനിൽ, P സൗമ്യ, PM പ്രീത, ജയൻ മംഗലം, നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ, KK അബൂബക്കർ, PS രാധാകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. VCV ന്യൂസ് ഓട്ടുപാറ.